ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് ചോറിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങ കറി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. ഒരുപാട് സമയം എടുക്കാതെ ഒരുപാട് സാധനങ്ങളിലിടാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായില്ലേക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മീഡിയം വലുപ്പത്തിലൊരു സവാളയുടെ തോലിയൊക്കെ കളഞ്ഞിട്ട് 3-4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് ഈ ഒരു കറിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ. അപ്പോൾ 1-2 നിങ്ങളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അരച്ചെടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതിയേ. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1-2 വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പോളം നല്ല പുളിപ്പുള്ള തൈരങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാര കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ മെയിനായിട്ടുള്ള താരത്തിന് എടുക്കാം കേട്ടോ. വഴുതനങ്ങ എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല വലിപ്പമുള്ള 4 വഴുതനങ്ങയായിട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് അതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ചെറുതായിട്ടല്ല എന്നാൽ നല്ല വലിപ്പമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. 1 മിനിറ്റോളം നമുക്ക് ഇതിനൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി അടച്ച് വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കുറച്ച് സമയം കൂടി ഇങ്ങനെ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം മൊത്തത്തിൽ നമുക്ക് 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ വഴുതനങ്ങൾക്ക് നന്നായിട്ട് കുക്കായിട്ട് വന്നോളും. നമ്മളിതാ വീണ്ടും അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വഴുതനങ്ങൾക്ക് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടച്ച് വെച്ചിട്ടുള്ള ആ ഒരു തൈര് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈരും കൂടി ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അടച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കേ. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മൾ അടിപൊളി വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ചോറിനോട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വഴുതനങ്ങ കറിയുടെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക്